ബ്രൂണോ ഗുമിറസിനെ സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വെല്ലുവിളിയായിക്കൊണ്ട് റയൽ മാഡ്രിഡ്. ഈ ഒരു വാർത്തയുടെ യാഥാർത്ഥ്യം എന്താണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് ഇതുപോലെ ഇടുന്നുണ്ട്. ചാനലിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബ്രൂണോ ഗുമിറസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആ ഒരു ടാർഗറ്റ് ലിസ്റ്റിലുള്ള പ്ലെയർ ആണ്. നമ്മൾ ഇതിനു മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കാസിമിറോ വരുന്ന സമ്മറിൽ ടീം വിട്ടു പോവുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് പകരക്കാരനായിട്ട് ബ്രൂണോ ഗുമിറസിനെ എടുക്കുക എന്നത് കാസിമിറോ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനേജ്മെന്റിനോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. തനിക്ക് പകരമായിട്ട് ഇന്ന പ്ലെയറിനെ എടുക്കുക. രണ്ടുപേരും ബ്രസീലിയനാണല്ലോ. അപ്പോൾ കാസിമിറോയുടെ പകരക്കാരനായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോക്കി വെച്ചിട്ടുള്ള പ്ലേയേഴ്സിൽ ടോപ്പ് ടാർഗറ്റ് എന്ന് പറയുന്നത് ബ്രൂണോ ഗുമിറസ് ആണ്. ഇപ്പോൾ 70% ഈ ഒരു ട്രാൻസ്ഫർ നടക്കാനുള്ള സാധ്യതകൾ 70% പറയപ്പെടുന്നത്. ബ്രൂണോ ഗുമിറസിനെ കൊണ്ടുവരാനായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 80 മില്യൺ യൂറോസ് വരെ നൽകാനും തയ്യാറാണ് എന്നതാണ്. അപ്പോൾ ഇപ്പൊ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് മാറിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റയൽ മാഡ്രിഡിനും താരത്തിൽ താല്പര്യമുണ്ട് എന്നതാണ്. റയൽ മാഡ്രിഡ് ഈ ഒരു താരത്തെ ബ്രൂണോ ഗുമിറസിന് സ്വന്തമാക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനേക്കാൾ കൂടുതൽ സാധ്യത റയൽ മാഡ്രിഡിനാണെന്നാണ് പറയപ്പെടുന്നത്. ബ്രൂണോ ഗുമിറസിനെ കുറിച്ച് നോക്കുമ്പോൾ നിലവിൽ അദ്ദേഹത്തിന്റെ പ്രായം 28 വയസ്സാണ്. 2028 ജൂൺ 30 വരെ താരത്തിന് ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് ആയിട്ട് കോൺട്രാക്ട് ഉണ്ട്. അതായത് ഇനിയും 2 സമ്മർ ട്രാൻസ്ഫർ വിൻഡോ, അതായത് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോ, അത് കഴിഞ്ഞാൽ 2027-28 2 സമ്മർ ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞാൽ മാത്രമേ താരം ഫ്രീ ഏജന്റ് ആകത്തുള്ളൂ. അതായത് മൊത്തം 3 സമ്മർ ട്രാൻസ്ഫർ വിൻഡോ കഴിയുന്ന സാഹചര്യം ആകുമ്പോൾ മാത്രമാണ് താരം ഫ്രീ ഏജന്റ് ആകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയും 2 സീസൺ കോൺട്രാക്ട് ഉള്ള ഒരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ ബ്രൂണോ ഗുമിറസിന് നല്ലൊരു എമൗണ്ട് ചോദിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ന്യൂകാസ്റ്റൽ യുണൈറ്റഡ്. നിലവിൽ താരത്തിന് ഒരു ഹാംസ്ട്രിങ് ഇഞ്ചുറി ആണ്. താരം തിരിച്ച് റിട്ടേൺ ഗ്രൗണ്ടിലേക്ക് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഏപ്രിൽ 15 അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് പ്ലെയർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സീസണിൽ 35 മാച്ചിൽ നിന്നും 9 ഗോളും 7 അസിസ്റ്റുമാണ് താരം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബ്രൂണോ ഗുമിറസിനെ കുറിച്ച് പറയുമ്പോൾ ആള് ഒരു ഡിഫൻസീവ് മിഡ്, സെന്റർ മിഡ് പൊസിഷനിൽ കളിക്കുന്ന പ്ലെയറാണ്. ആളെ സംബന്ധിച്ച് ബോക്സിന് പുറത്തുനിന്ന് നല്ല ഷൂട്ട് അടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് പാസിംഗ് ആക്യുറസിയാണ്. താരത്തിന്റെ ഓപ്പോസിറ്റ് ഹാഫിലെ പാസിംഗ് ആക്യുറസി എന്ന് പറയുന്നത് 83%, ഓൺ ഹാഫിൽ, സ്വന്തം ഹാഫിൽ 93%. താരത്തിന്റെ ടോട്ടൽ പാസിംഗ് ആക്യുറസി എന്ന് പറയുന്നത് 86%. നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാകാൻ ഞാൻ പറഞ്ഞുതരാം. ഈ ടോണി ക്രൂസിന്റെ പാസിംഗ് ആക്യുറസി എന്ന് പറയുന്നത് 96%. അതുപോലെ തന്നെ സെർജിയോ ബുസ്കിറ്റ്സിന്റെ പാസിംഗ് ആക്യുറസി 95%. ഇനി ഇപ്പോൾ നമ്മൾ റീസെന്റ് പെഡ്രിയുടെ പാസിംഗ് ആക്യുറസി എന്ന് പറയുന്നത് 88-നും 92-നും ഇടയിലാണ്. അപ്പോൾ ഈ ഒരു ലെവൽ വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി. 86 പാസിംഗ് ആക്യുറസി എന്ന് പറയുന്നത് അത്ര മോശമൊന്നുമല്ല, വളരെ മികച്ച രീതിയിലുള്ള പാസിംഗ് ആക്യുറസി തന്നെയാണ്. പിന്നെ താരത്തെ കുറിച്ച് പറയുമ്പോൾ താരം ഡിഫൻസീവലി വളരെ മികച്ച രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അറ്റാക്കിങ്ങിലേക്ക് വരുന്ന സമയത്ത് ചാൻസ് ക്രിയേഷൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു പ്ലെയറാണ്. പക്ഷെ ഭയങ്കര ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു പ്ലെയർ ആണ്. ഈ ഒരു സീസണിൽ മൊത്തം താരം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു 5 ബിഗ് ചാൻസസ് മാത്രമാണ്. താരത്തെ സംബന്ധിച്ച് താരം ഡിഫൻസീവ് ആയിട്ടും ആ ഒരു ഡബിൾ പിയോട്ട് സിസ്റ്റത്തിൽ കളിക്കുന്ന ടൈപ്പ് ഒരു പ്ലെയർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന താരം ഒരു സോളിഡ് ഡീലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാസിമിറോ പോകുന്നു, ആ ഒരു സ്ഥലത്തുള്ള ഗ്യാപ്പ് കറക്റ്റ് ആയിട്ട് താരത്തിന് ഫിൽ ചെയ്യാൻ പറ്റും. താരം ഡിഫൻസീവ് മിഡായിട്ടും കളിക്കും, സെന്റർ മിഡായിട്ട് ബോക്സ് ടു ബോക്സും കളിക്കാൻ താരത്തിന് പറ്റും എന്നതാണ്. ഇനി റയൽ മാഡ്രിഡിന്റെ കാര്യത്തിലേക്ക് വരാം. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് അവർക്ക് വേണ്ടത് ഒരു സെന്റർ മിഡിനെയാണ്, ഒരു ബോക്സ് ടു ബോക്സ് കളിക്കേണ്ട ഒരു പ്ലെയറിനെയാണ്. പക്ഷെ അതുപോലത്തെ ആ ടൈപ്പ് ഒരു പ്ലെയർ ആണ് ബ്രൂണോ ഗുമിറസ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക്, അതായത് റയൽ മാഡ്രിഡ് മിസ് ചെയ്യുന്നത് ടോണി ക്രൂസിന്റെ ആ ഒരു വിടവാണ്. ടോണി ക്രൂസിനെ സംബന്ധിച്ച് അദ്ദേഹം കാം ഫുൾ ആയിട്ടുള്ള ഒരു അതായത് മിഡ്ഫീൽഡിൽ ബോക്സ് ടു ബോക്സ് കളിക്കുന്ന ടൈപ്പ് ഒരു പ്ലെയർ ആണോ ടോണി ക്രൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അല്ലെന്നേ പറയത്തുള്ളൂ. പക്ഷെ ആള് മിഡ്ഫീൽഡിൽ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ബോൾ ഹോൾഡ് ചെയ്യുക, ഭയങ്കരമായിട്ട് ഓടി കളിക്കുന്ന, അധ്വാനിച്ച് കളിക്കുന്ന ടൈപ്പ് ഒരു പ്ലെയർ, ഇന്റലിജൻസ് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു പ്ലെയർ ആണ് ടോണി ക്രൂസ്. ബോൾ ഹോൾഡ് ചെയ്യുക ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് പാസിംഗ് ആക്യുറസി വേറെ ലെവലാണ്. 96% പാസിംഗ് ആക്യുറസി ആയിരുന്നു താരത്തിനുണ്ടായിരുന്നത്. മിസ്സേ ആകാറില്ല ബോൾ. എപ്പോഴെങ്കിലും റയർ ആയിട്ട് 1-2 ബോൾ മിസ്സായാലേ ഉള്ളൂ. അതുമാത്രമല്ല ഗെയിമിന്റെ ടെമ്പോ കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു, സ്പീഡ്. അതായത് ചുമ്മാ അറ്റാക്ക് ചെയ്യാതെ
വേണ്ട സമയത്ത് അറ്റാക്ക് ചെയ്യുക, അല്ലാത്ത സമയം ഹോൾഡ് ചെയ്യുക. ഇന്ന് ആ ഒരു ഗെയിം താരത്തിന് പറ്റുമായിരുന്നു. ഒപ്പം മിഡ് ബ്ലോക്ക് താരത്തിന് നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. മിഡ്ഫീൽഡിൽ തന്നെ ഓപ്പോസിറ്റ് ടീമിന്റെ മൂവ്മെന്റ്സിനെ കട്ട് ചെയ്യാൻ, ഓപ്പോസിറ്റ് ടീമിന്റെ കണക്ഷൻ പാസുകളെ കട്ട് ചെയ്യാനും താരത്തിന് പറ്റുമായിരുന്നു. ഇതൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഒരു മിഡ്ഫീൽഡറിനെയാണ് റയൽ മാഡ്രിഡിന് വേണ്ടത്. അപ്പോൾ പെഡ്രി ആ ടൈപ്പ് ഒരു മിഡ്ഫീൽഡറാണ്, വിറ്റീഞ്ഞ ആ ടൈപ്പ് ഒരു മിഡ്ഫീൽഡറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മിഡ്ഫീൽഡറിനെയാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് വേണ്ടത്. ക്രിയേറ്റിവിറ്റിയും വേണം, ഹോൾഡ് ചെയ്യാനും പറ്റണം, കളിയുടെ ടെമ്പോ കൺട്രോൾ ചെയ്യാൻ പറ്റണം. അതായത് ഈ ഒരു ക്ലച്ച് പോലെ, അതായത് നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടിയിട്ടാണല്ലോ സ്പീഡ് കൂട്ടുന്നത്, ഗിയർ മാറ്റി സ്പീഡ് കൂട്ടുന്നതും ഗിയർ മാറ്റി സ്പീഡ് കുറയ്ക്കുന്നത്. അപ്പോൾ ക്ലച്ച് പോലത്തെ ഒരു പ്ലെയറിനെയാണ് വേണ്ടത്. അങ്ങനത്തെ ഒരു പ്ലെയർ അല്ല ബ്രൂണോ ഗിമേറസ്. പക്ഷെ എന്തുകൊണ്ടാണ് റയൽ മാഡ്രിഡ് താരത്തിന് വേണ്ടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളതെന്ന് അറിയാൻ വയ്യ. റയലിനെ സംബന്ധിച്ച് ഓൾറെഡി ആ ഒരു പൊസിഷനിൽ തന്നെ ചോമനി ഉണ്ട്. ചോമനി അസാധ്യ പ്ലെയർ ആണ്. ഒരു ഡിഫൻസീവ് മിഡ് പൊസിഷനിലേക്ക് ഒരു ടോപ്പ് ചോയ്സ് ആണ് ചോമനി. പിന്നെ കമവിംഗ ഒരു റീപ്ലേസ്മെന്റ് ഓപ്ഷൻ ആയിട്ട് കമവിംഗയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡിഫൻസീവ് മിഡ് ആ ഒരു പൊസിഷൻ, സെന്റർ മിഡ്, ഇങ്ങനത്തെ കളിക്കുന്ന ഈ ബ്രൂണോ ഗിമേറസിന്റെ ടൈപ്പ് പ്ലെയർ ഓൾറെഡി റയൽ മാഡ്രിഡിനുണ്ട്. പിന്നെ എന്തിനാണ് അവർ വീണ്ടും ഈ ബ്രൂണോ ഗിമേറസിനെ സൈൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നതെന്ന് അറിയാൻ വയ്യ. അപ്പോൾ റയലിന് വേണ്ട ടൈപ്പ് ഒരു പ്ലെയർ അല്ല, പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ട ടൈപ്പ് ഒരു പ്ലെയർ ആണ്. റയൽ മാഡ്രിഡ് ഈ ഒരു ട്രാൻസ്ഫറിലേക്ക് വന്നു കഴിഞ്ഞാൽ യുണൈറ്റഡിന്റെ സാധ്യത വെറും 30% പറയപ്പെടുന്നത്. അതേസമയം റയൽ വന്നില്ല എങ്കിൽ യുണൈറ്റഡിന്റെ ഈ ഒരു ട്രാൻസ്ഫറിനുള്ള സാധ്യത 70% പറയപ്പെടുന്നുണ്ട്. ഇനി ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് നല്ല പൈസ ഉള്ള ടീമാണ്, അവന്മാർക്ക് ഇതുപോലെ പ്ലെയേഴ്സിനെ വിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന രീതിയിൽ കുറച്ച് കമന്റ്സ് ഞാൻ കണ്ടിരുന്നു കഴിഞ്ഞ വീഡിയോയുടെ താരെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2028 വരെ കോൺട്രാക്ട് ഉള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ ആ ഒരു പ്ലെയറിനെ സംബന്ധിച്ച് അദ്ദേഹം 2028 ശേഷം ഒരു പുതിയൊരു കോൺട്രാക്ട് ഇട്ടില്ലെങ്കിൽ ആ സമയത്ത് ഫ്രീ ഏജന്റ് ആയിട്ട് താരം പോകുകയും ചെയ്യും. അപ്പോൾ വരുന്ന സമ്മറിൽ താരത്തിന് കിട്ടുന്ന എമൗണ്ട്, ഒരു വലിയ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് ടീമിന് ഗുണം ചെയ്യും. 28 വയസ്സുണ്ടല്ലോ താരത്തിന്. അപ്പോൾ അത് തന്നെയായിരിക്കും ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് നോക്കുക. എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു ബിസിനസ് കൂടിയാണ് ഈ ഒരു മേഖലയിൽ പെട്ട ആൾക്കാരെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ബ്രൂണോ ഗിമേറസിനെ കൊടുത്തിട്ട് വേറൊരു നല്ല ചോയ്സ് പ്ലെയറിനെ എത്തിക്കാനായിരിക്കും ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് ശ്രമിക്കുക എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഓൾറെഡി ടൊനാലി അവിടെ ഉണ്ട്. ടൊനാലി എന്തായാലും അവർ വിൽക്കാൻ പോകുന്നില്ല. പക്ഷെ ബ്രൂണോ ഗിമേറസിനെ വിൽക്കാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. ആളെ സംബന്ധിച്ച് ഫിസിക്കലി ആള് ബ്രില്യൻ്റ് ആണ്. അതുപോലെ തന്നെ പാസിംഗ് ആക്യുറസിയും അത്യാവശ്യം കുഴപ്പമില്ല. ആ ഒരു ഡബിൾ പിവോട്ട് സിസ്റ്റത്തിലും താരം നന്നായിട്ട് കളിക്കും. ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് താരം ഒരു പെർഫെക്റ്റ് ചോയ്സ് തന്നെയാണ്. 80 മില്യൺ യൂറോസിന് താരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 80 മില്യൺ യൂറോസ് സത്യം പറഞ്ഞാൽ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 60 മില്യണിനൊക്കെ കിട്ടിയ സോളിഡ് ഡീലാണ്. 80 മില്യണിന് 80 മില്യൺ നിങ്ങൾ ബ്രൂണോയ്ക്ക് കൊടുക്കുന്നതിനെക്കാട്ടിലും ആ ഒരു ഇതിനു വേണ്ടി ശ്രമിക്കാമല്ലോ, ആൻഡർസന് വേണ്ടി ശ്രമിക്കാമല്ലോ. എലൈറ്റ് ആൻഡർസൺ ബ്രൂണോയേക്കാൾ മികച്ച പ്ലെയർ ആണ്. ആള് യങ്സ്റ്റർ ആണ്, 23 വയസ്സെന്തോ ഉള്ളൂ. അപ്പോൾ അങ്ങനെ 80 മില്യൺ ബ്രൂണോയ്ക്ക് കൊടുക്കാമെങ്കിൽ എലൈറ്റ് ആൻഡർസന് നിങ്ങൾക്ക് ഫൈൻ ചെയ്യാം. 100 മില്യൺ എന്നാണ് എലൈറ്റ് ആൻഡർസന്റെ ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 80 മില്യണിന് താരം വർത്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആള് നല്ല പ്ലെയറൊക്കെ തന്നെയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ചേരും, റയൽ മാഡ്രിഡിന് ചേരത്തില്ല. അപ്പോൾ റയല് എന്തുകൊണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ട് എന്നൊന്നും അറിയാൻ വയ്യ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ, ഈ പ്ലെയർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലോട്ട് പോകുന്നതാണോ റയലിലേക്ക് പോകുന്നതാണോ നല്ലത്? നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും അത് കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡ്.